അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞാവൊക്കെ നമ്മളെ വീട്ടിൽ പോകുകയാണ്. ഇപ്പോൾ തറവാട്ടിൽ നിന്ന് താഴെ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടേ തീരുള്ളൂ. ഞാൻ സത്യത്തിൽ ഇപ്പോഴൊന്നും ഇറങ്ങി വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് വന്നിട്ട് പറയുമ്പോൾ എനിക്ക് പോയിട്ട് എൻ്റെ റൂം കാണണം, എൻ്റെ സാധനങ്ങൾ കാണണം. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. ശരിക്കും കുറേ കാര്യങ്ങൾ ആൾക്ക് പഴയതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ ചിലതൊക്കെ ഈ റൂമിൽ എന്താ, ഇവിടെ എന്താണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ ഒരു കളിക്കുന്നതും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഹോളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് നോക്കി നോക്കുക. അറിയോ നമുക്ക് പൊടി ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ അവിടെ വെച്ചല്ല കേട്ടോ. ഇതിപ്പോൾ ഞാനും നോക്കി വെക്കുക. ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ ഇതെങ്ങനെയാണ് അപ്പോൾ പുറത്തെത്തിന്നില്ല. ഞാൻ ചേച്ചി ക്ലീൻ ആക്കിയപ്പോൾ എടുത്ത് വെച്ചതായിരിക്കും ചിലപ്പോൾ. പിന്നെ ഒരു മാസം മുന്നേ ബാബു നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചൊന്നാവോന്ന് കരുതിയാണ്. കാരണം അതൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ വരില്ലേ. അപ്പോൾ ഇതൊക്കെ അതുമോളൊരു 4-5 പഠിക്കുന്ന ടൈമിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഡോർമയൊക്കെ. അപ്പം ഇങ്ങനെ സിറ്റൗട്ടിലൊക്കെ വന്ന് നോക്കി വെക്കണം. നല്ല ഭംഗിയിട്ട് സത്യത്തിൽ ഇവിടേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മക്കളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഇവർ എന്തൊക്കെയോ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായ ഫീൽ കേട്ടോ. എന്തൊക്കെയോ ഒരു വല്ലാത്തൊരവസ്ഥ അറിയില്ല, അങ്ങനെ ഒരിത്. അപ്പോൾ കുഞ്ഞാവർക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ ഇതും തുറന്ന് നോക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് നീ ക്ലോസ് ചെയ്യും. അങ്ങനെ ചെറിയ കുട്ടിയായപ്പോഴത്തേനെ കുട്ടിക്ക് എന്താ തോന്നുന്നത്? ഡോറാമത്തെ ഇനി എന്തിനാ അതൊക്കെ തുറക്കുന്നത്? അപ്പോൾ മക്കളെ റൂമിൽ ഇങ്ങനെ കയറി നോക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കേട്ടോ. ഇതൊക്കെ നദമോളെ 9ാമത്തെ ബർത്ത്ഡേ അന്ന് ശിതമോൾ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാണ്ട്. കുറേ ബാലരമകളുണ്ടായിരുന്നു. കുറേ ഷെൽഫിലൊക്കെ കുറേ കാലിയായി കിടക്കട്ടെ. സാധനങ്ങളൊന്നും അധികമല്ല. അപ്പോൾ കുട്ടികൾ കുറേ മുന്നേ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക കുഷ്യനും സംഭവങ്ങളൊക്കെ അങ്ങനെ സൈഡിലേക്ക് പൊടി വരണ്ട വിചാരിച്ചിട്ട് കവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവിനോട് ഞാൻ പറഞ്ഞ നേരത്തെ അപ്പുറത്ത് തുറന്ന് സിറ്റൗട്ടൊക്കെ പോയെന്ന അതന്നെയാണ് ഇതിൽ കൂടെ പോയാലും കാണാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടൊന്നും വിശ്വാസം വരണ്ടേ. അപ്പോൾ അതൊക്കെ പോയി തുറന്ന് നോക്കുക. അതിലെന്താള്ളത്? ചെറിയ കുട്ടിയെ പറ്റി ആവശ്യമുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ കുട്ടിക്ക് കൊള്ളൂലടാ. എൻ്റെ കല്യാണ ആൽബമാണ് കേട്ടോ സൈഡിൽ കിടക്കുന്നത്. ഓരോന്ന് കാണുമ്പോഴും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കുഞ്ഞാൾക്ക് കുറേ സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂമിൽ പോയി നോക്കി എനിക്കതിൽ ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം എന്താ അറിയോ, ഒരു ചെറിയൊരു സ്ഥലം പോലും എന്താ പറയുക കുഞ്ഞാവ് മാറ്റി വെച്ചിട്ടില്ല. എല്ലാം കാണണം, എല്ലാം അറിയണം. ഈ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് ഒരു 4 വയസ്സായപ്പോൾ എൻ്റെ മുത്തമ്മ തിന്നിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ കുട്ടിയുടെ ടൈമിൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രം. അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ ഓരോന്ന് തുറന്ന് നോക്കുമ്പോൾ അത് കണ്ടപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചിരും. അപ്പോൾ ഇത് കിച്ചണാണ് കേട്ടോ. കിച്ചണിൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് നമ്മളെ CCTV ഉള്ളതും
എല്ലാ സംഭവങ്ങളും ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമ്പോൾ കുഞ്ഞാവൾക്ക് ഞാൻ ഇവിടെയൊക്കെ വന്ന് കാണണം, ഇന്നെ എല്ലായിടത്തും കൊടുന്ന് കാണിച്ചു തരാണ് കേട്ടോ. പുറത്തെ ബാത്റൂം, പുറത്തെ കിച്ചണ്, അതാ പുറത്തൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തുള്ള ഭാഗത്തെ കാഴ്ചകൾ വരെ എനിക്ക് തോന്നുന്നത് മറ്റൊരൊന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വന്ന് നോക്കും തോന്നില്ല. സത്യത്തിൽ ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരിത്തിരി സ്ഥലം പോലും മാറ്റി വെച്ചിട്ടില്ല. എല്ലാ ഭാഗവും പോയി കണ്ടിട്ടാണ് ഇവിടുന്ന് പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അതൊന്നുമല്ല, ഇതല്ലാതെ എന്നോട് വേറെ കാര്യം ചോദിച്ചാൽ എന്താ അറിയുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ടു. പിന്നെ തറവാട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെയല്ല മറ്റന്നാളാണ് നിൽക്കുക. അല്ലാതെ അപ്പം എനിക്ക് ഡ്രസ്സ് ഇപ്പം ഇന്ന് പോയി എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നാളെ പോയിട്ട് വേണം ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് മൊത്തത്തിൽ വൈകുന്നേരം കൂടെ ആയപ്പോഴേക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ ഈ പന്തലിൻ്റെ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പരിപാടിയാണെങ്കിൽ നിൽക്കാണെങ്കിൽ കൂടെ തന്നെ പന്തലൊക്കെ ഇടുന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആകെ ഷോക്കായി. കുഞ്ഞാവ് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇവനൊക്കെ കൂടെ കണ്ടപ്പോൾ ആകെ മടിയായി. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.